ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. നമുക്കെന്നാൽ സിമ്പിളായിട്ടും ഇതുപോലെ അടിപൊളിയായിട്ടൊരു സാന്റാക്ലോസിനെ ഉണ്ടാക്കിയാലോ. സംഭവം സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ എടുക്കുന്നത് ഗിൽറ്റർ ഫോം ഷീറ്റാണ്. ഫോം ഷീറ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ നല്ല കട്ടിയുള്ള കളർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ മതി. ഇനി നമ്മുടെ സാൻഡയ്ക്ക് എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ ആ വലിപ്പത്തിനനുസരിച്ച് ഈ ഒരു പീസ് നമുക്ക് ആ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് ചെറിയ 2 സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പറിൽ ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കണം. ഈ സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്യുമ്പം ഒരേ അളവിലുള്ള കട്ട് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സാൻഡാൻ്റെ കൈ ചെറുതും വലുതൊക്കെ ആയിപ്പോവും. പിന്നെ നമുക്ക് ആ 3 പീസ് ഉണ്ടല്ലോ, 3 പീസിൻ്റെയും സൈഡ് കൂടെ പശ തേച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ 3 പീസും ഒരേ കളർ എടുക്കുക. എന്നിട്ട് ഇതുപോലെയൊക്കെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഫ്ലസ് ക്യൂക്ക് വെച്ചിട്ടാണെങ്കിൽ നല്ലോണം ഒട്ടും. ഇനി ഈ ഒരു വലിയ പീസ് ഉണ്ടല്ലോ, ഇതുമല്ലാണ് നമ്മൾ സാൻഡ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാദ്യം നമുക്ക് വേണ്ടത് ഗിൽറ്റർ ഫോം ഷീറ്റിൻ്റെ ഇതുപോലെ നീളത്തിലുള്ള പീസാണ്. ഈ നീളത്തിലുള്ള പീസ് അടിയിൽ കൂടെ ഫുള്ളായിട്ട് നമുക്കിതുപോലെ ഒരൊറ്റ ലെയർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നടുക്കിലല്ല, ഇത്തിരി മേലെയായിട്ട് ഇതുപോലെ ഒരു പീസും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം മേലെയായിട്ട് കേട്ടോ. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കേട്ടോ. ഇനി നമ്മൾ ചെറിയ 2 പീസ് വെട്ടി വെച്ചില്ലേ, ആ പീസിൻ്റെ അടിയിലും ഇതുപോലെ നീളത്തിലൊരു പീസ് വൈറ്റ് ഫോം ഷീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. 2 പീസിലും ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ജിമിക്ക് കമ്മലിൻ്റെ ജിമിക്ക് പോലെയൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? അല്ല കേട്ടോ, ഇത് നമ്മുടെ സാൻഡേൻ്റെ കൈയാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പീസ് വേണം. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ സാൻഡേൻ്റെ താടിയാണ് കേട്ടോ. അപ്പം നമ്മുടെ താടിക്ക് ഇതുപോലെയൊക്കെ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്യുക. ഇനി താടി വെട്ടാനറിയില്ലെങ്കിൽ ഇതും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളി. എന്നിട്ട് വരച്ചിട്ട് കട്ട് ചെയ്താൽ മതി. നമ്മുടെ സാൻഡേൻ്റെ താടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫേസിന് നമ്മൾ ഏത് കളറാണ് എടുക്കുന്നത് വെച്ചാൽ ആ ഒരു കളർ പേപ്പറിലേക്ക് നമ്മുടെ താടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഒട്ടിച്ച ആ ഒരു പീസിൻ്റെ അടിയിലും സ്പേസ് ഇല്ലാണ്ട് നമ്മളിപ്പോൾ വെട്ടി വെച്ച ആ പീസ് ഒന്ന് ഒട്ടിക്കാം. പിന്നെ നമ്മുടെ സാൻഡേൻ്റെ കൈ എന്ന് പറഞ്ഞില്ലേ, ആ 2 പീസ് എടുത്തിട്ട് 2 സൈഡിലായിട്ടും ഇതുപോലെ ഒട്ടിക്കുന്നുണ്ട്. ഞാൻ ഫ്ലസ് ക്യൂക്ക് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗം ഒട്ടിക്കുന്നുണ്ട് കേട്ടോ, നല്ല ഉറപ്പുണ്ട്. പിന്നെ നീളത്തിലുള്ള ഒരു വൈറ്റ് ഫോം ഷീറ്റിൻ്റെ ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിൽ ഇതുപോലെയൊക്കെ ഒന്ന് വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരക്കാൻ അറിയില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരച്ചോളി. എന്നിട്ട് കട്ട് ചെയ്തോളി കേട്ടോ. അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് വരച്ച് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ സാൻഡേൻ്റെ മീശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മീശ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സാൻഡേൻ്റെ ഫേസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം നമുക്ക് ഇതുപോലെ ഞാൻ കളർ വെച്ചിട്ട് കണ്ണും ഫോം ഷീറ്റിൻ്റെ ചെറിയൊരു പീസ് വെച്ചിട്ട് ഇതുപോലെ മൂക്കും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ മുത്തൊക്കെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സാൻഡേൻ്റെ മീശയും കൂടെ വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ മീശയും ഫ്ലസ് ക്യൂക്ക് വെച്ചിട്ട് തന്നെ ഒട്ടിക്കണത്. അപ്പം നല്ല ഉറപ്പിൽ നിൽക്കുമല്ലോ, അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡ്രസ്സിനെ കുറച്ച് ഡെക്കറേഷൻ പരിപാടികൾ എടുക്കാം. അപ്പം നീളത്തിലുള്ള വൈറ്റ് ഫോം ഷീറ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ടും ഇതുപോലെ 2 പീസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതും ഫ്ലസ് ക്യൂക്ക് വെച്ചിട്ട് തന്നെ ഒട്ടിക്കണത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ഞിയാണ്. പഞ്ഞി ഇതുപോലെ ചെറിയ ബോളാക്കിയിട്ട് നമ്മുടെ തൊപ്പീൻ്റെ മേൽഭാഗത്തായിട്ട് ഒട്ടിക്കുക കേട്ടോ. പിന്നെ കുറച്ച് പഞ്ഞി എടുത്തിട്ട് കയ്യിൻ്റെ 2 ഹോളിൽ കൂടെയും കുറച്ചിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ സാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ? അപ്പം വേഗം ഉണ്ടാക്കിക്കോളി. അപ്പം ഇതാണ് നമ്മുടെ സാൻഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പം എന്നും പറയണത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.